നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിലൊരു മൊബൈലുണ്ട്. ആ മൊബൈലിൽ ഫേസ്ബുക്ക് നിങ്ങൾക്കുണ്ട്, വാട്സപ്പ് നിങ്ങൾക്കുണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു ദുരന്തമാണ് ഇൻസ്റ്റഗ്രാം. ഞാൻ അതിനെ കുറ്റപ്പെടുത്തല്ല. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളെ റീല് വരാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ ടിക്ടോക്ക് വീഡിയോ എടുക്കുക. പെണ്ണുങ്ങൾക്ക് യാതൊരു നാണവുമില്ല, ഒന്നുമില്ല. ഞാനതിനെ വിമർശിക്കല്ല. ഞാൻ പറഞ്ഞത് ദീനീപരമായിട്ടുള്ള ആളുകളെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അത് ചെയ്യണവർ ചെയ്തോട്ടെ, അവർക്ക് അതിൻ്റെ പ്രൊമോഷൻ ഉണ്ടായിക്കോട്ടെ. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അത് സ്വതന്ത്രമായ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ മനുഷ്യൻ്റെ ജാള്യത ഒക്കെ പുറത്തെടുത്തിട്ട് ഇല്ലാത്ത ആൾക്കാർ അതിലേക്ക് പ്രവേശിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ടിക്ടോക്ക് ഇതൊക്കെ ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ, ഞാൻ ആരും വിമർശിക്കുന്നില്ല. പക്ഷെ നമ്മളതിൽ ചില ശ്രദ്ധകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് ആരും ലൈക്ക് അടിക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്. എന്തിനാ നമ്മളെ പണിക്ക് പോണത്? അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ഫേസ്ബുക്കും വാട്സപ്പും മാത്രം നോക്കി ഇരുന്നിട്ട് നിങ്ങൾ അവൈലബിൾ അല്ല. നിങ്ങൾ വീട്ടിലുണ്ട്, പക്ഷെ കുട്ടി വരുമ്പോഴേക്ക് നിങ്ങൾ എന്താണ്, പോ ഈ അവിടെ പോയിട്ട് കളിച്ചോ, ഈ അവിടെ കളിച്ചോ. കാരണം നിങ്ങൾക്ക് റീല് നോക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ അവൈലബിൾ അല്ല. 24 മണിക്കൂറും നിങ്ങൾ വീട്ടിലുണ്ടായിട്ടും കുട്ടിക്ക് അപ്രോച്ചബിൾ അല്ല എന്ന് പറഞ്ഞാൽ സമീപിക്കാൻ പറ്റണില്ല. ഒരു രാക്ഷസിയെ പോലെ തോന്നുകയാണ്. എപ്പോൾ അടുത്തേക്ക് പോയാലും അങ്ങോട്ട് പോയിക്കോ, ആ റൂമുക്ക് പോയിക്കോ എന്ന് പറയാണ്. ഇങ്ങനെ കുട്ടി പിന്നെ ഒറ്റപ്പെട്ടു പോവാണ്. കുട്ടി അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ പോയിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ മൊബൈലില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളൊരു തരം ടെക് ബുക്കാണ്. ഇപ്പൊ തന്നെ ഇങ്ങനെ സംസാരം കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാകാം ഈ കൂട്ടത്തിൽ. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അവരും മോശക്കാരാണെന്നല്ല. അതെന്തുകൊണ്ടെന്ന് നമ്മൾ അറിയാണ്ട് എന്താക്കുകയാണ്, മൊബൈലിലേക്ക് അങ്ങോട്ട് പോവാൻ. ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഇതാക്കിയിട്ടുണ്ടോ, ഇത് കണ്ടെത്തിയ ആൾക്കാരെന്താ, യൂറോപ്യൻസ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പൊ എങ്ങനെയെന്ന് അറിയുങ്ങൾ ജസ്റ്റ് എന്താ ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ അവിടെ പോയാൽ കാണാം. ഇത് കണ്ടെത്തിയവരല്ലാണ്. ഇടക്കൊക്കെ ഇതിനൊരു ഓപ്ഷനും കൂടി ഉണ്ട്, സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷന്. ആ ഓപ്ഷൻ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. രാത്രി പോലും സ്വിച്ച് ഓഫ് ആക്കാത്ത ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ആൾക്കാർ വിളിച്ചാൽ എന്ത് ചെയ്യാന്നുള്ളതാണ്. ഇതിനെ സ്വിച്ച് ഓഫ് ആക്കണം, സ്വസ്ഥമായിട്ടിരിക്കണം. കേരളത്തിലൊരു വലിയ റിസോർട്ടുണ്ട്. അവിടെ ഒരു ദിവസം താമസിക്കാൻ 45,000 റുപ്യാണ് ഒരാൾക്ക്. അതിൻ്റെ പേരൊന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഞാൻ നമ്മൾ ഫൈസൽ ബാബുക്ക് അവിടെ പോയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. ഒരു ദിവസത്തിന് 45,000 റുപ്യ കൊടുക്കണം. ആ റിസോർട്ടിൻ്റെ ആലപ്പുഴയിലാണ് അതുള്ളത്. കേരളത്തിലെ ഏറ്റവും വില കൂടിയ റിസോർട്ട്. മനകൾ പൊളിച്ചിട്ട് പഴയ ഇല്ലം പോലെ ഉണ്ടാക്കിയൊരു റിസോർട്ടാണ്. അവിടെ പല ഷൂട്ടിങ്ങും ഇതൊക്കെ നടക്കാറുണ്ട്. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പ്രത്യേകത അവിടെ താമസിക്കുന്ന അത്രയും ദിവസം മൊബൈൽ കിട്ടൂല എന്നുള്ളതാണ്. ഫുൾ മൊബൈൽ ജാമറ. ഒന്നാമത്തെ പ്രത്യേകത അതാണ്. സ്വസ്ഥമായി പോണ ആൾക്കാർക്ക് മൊബൈൽ ഇല്ലെങ്കിലല്ലേ അവിടെ സ്വസ്ഥത ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത, ഒരൊറ്റ റൂമിലും TV ഇല്ല എന്നുള്ളതാണ്. അവിടെ സിനിമ കാണാൻ പോണതല്ല, സ്വസ്ഥതയ്ക്ക് പോണതാണ്. മൂന്നാമത്തെ പ്രത്യേകത, അങ്ങോട്ട് റോഡില്ല എന്നുള്ളതാണ്. പുഴയിൽ കൂടെ തോണിയിൽ പോകണം. കാരണം പുഴൻ്റെ അപ്പുറത്താണ് ഈ സാധനമുള്ളത്. അവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നവരാരാ? ഇംഗ്ലീഷുകാരാ. അവരങ്ങനെ വരണേ. എന്താ ഇവർക്കൊന്നും ഇതൊന്നും ഇല്ലേ? നിങ്ങൾ വിചാരിക്കും കുടുംബം കൂട്ടൊന്നുമില്ല അവർക്ക്. അപ്പോൾ പണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഉണ്ട്, ഇവർക്ക് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യനൊന്ന് സ്വസ്ഥായി ഇരിക്കുന്നൊരു സമയം വേണ്ടേന്ന്, വെറുതെ ഒന്ന് ആലോചിച്ചിരിക്കുന്നൊരു സമയം, അത് നമുക്ക് നേരില്ല. കാരണം ഈ മൊബൈൽ നമ്മളങ്ങോട്ട് കുടുക്കിയിരിക്കുകയാണ്. പണ്ട് കോളേ ഉള്ളുമായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ വാട്സപ്പായി, ഫേസ്ബുക്കായി, ഇതായി അതായി, ഇനി എന്തൊക്കെ വരണമെന്ന് അറിയില്ല. 24 മണിക്കൂർ നമുക്ക് ഇതാണ്. അതോടുകൂടി എന്താ സംഭവിച്ചെന്നറിയോ? സൈക്കോളജിക്കലി ഒരുപാട് ലേഖനങ്ങൾക്ക് വായിച്ചാൽ അറിയാൻ പറ്റും. നമുക്ക് മറവി രോഗം കൂടാൻ തുടങ്ങി. കാരണം ഓർമ്മയിൽ നിൽക്കുന്നില്ല. കാരണം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ ഇൻഫോർമേഷൻസ്. ഇതിങ്ങനെ മാറി ഒന്നും നിങ്ങളിപ്പോൾ കുറേ ഫേസ്ബുക്ക് കണ്ടില്ലേ? എന്താ നിങ്ങൾക്ക് കാര്യമായിട്ട് ഓർമ്മ ഉള്ളത്? ഇപ്പോൾ നിങ്ങൾ കുറേ എന്ത് കണ്ട്? നിങ്ങൾ കുറേ വാട്സപ്പും അതേപോലെ തന്നെ അതൊക്കെ കണ്ടില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. കാരണം അത് കണ്ട് നമ്മളെ തലച്ചോറിൻ്റെ ഉള്ളിൽ സ്റ്റോർ ആകണില്ല. ആവശ്യമുള്ളത് കണ്ടാൽ പോരെ, ആവശ്യമുള്ളതിലേക്ക് നമ്മൾ പോയാൽ പോരെ. ഇതിലൊരു ദുരന്തമുണ്ട്. നിങ്ങൾ ഇതിലിരിക്കുന്ന സമയത്ത് കുട്ടികൾ അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ കുട്ടിയൊക്കെ നല്ല സുഖമായി. കുട്ടികൾ മൊബൈലേറ്റ് അവിടെ, മറ്റേ കുട്ടി മൊബൈലേറ്റ് ഇവിടെ, മൂന്നാമത്തെ തട്ടുംപുറത്ത്, നിങ്ങൾ ഇവിടെ. വീട്ടിൽ 4 മൊബൈലുണ്ട്. അതിന് നിങ്ങൾക്ക് വൈഫൈ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 24 മണിക്കൂറും കുട്ടികൾ ഇതിലും. ഈ അടുത്തിടെ നമ്മളൊരു 11 വയസ്സുള്ള ഒരു കുട്ടിയെ പറയാൻ എനിക്ക് മടിയുണ്ട്. നിങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയുള്ളൊരു വിഷയം എന്താണെന്നറിയോ? അടുപ്പിക്കുന്നില്ല. 11 വയസ്സായ കുട്ടി ഇതൊന്നും ഉണ്ടാവില്ല എന്ന വിചാരം. പക്ഷെ 11 വയസ്സായ കുട്ടി യൂട്യൂബിലേക്ക് കയറിയിട്ട് കാണുന്നതൊക്കെ വളരെ മോശമായ രംഗങ്ങളാണ്. അവസാനം എന്താ, ഈ കുട്ടികളൊക്കെ വൃത്തികേടുകൾ പഠിക്കും. 11 വയസ്സാകുമ്പോഴേക്ക് കുട്ടിയുടെ തലയിലേക്ക് വേറെ കുറെ ലോകങ്ങളാണ് കയറുന്നത്. പിന്നെ കുട്ടി എങ്ങനെ പഠിക്കും? കുട്ടി എങ്ങനെ ഉയർന്നു പോകും?
അതിലിടയ്ക്ക് ഇവൻ ഏതെങ്കിലും കൂട്ടുകാരുടെ ചതിയിൽപ്പെട്ടിട്ട് മയക്കുമരുന്നും കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സ്വന്തം മാതാവ് പോലും അവനൊരു മാംസകഷ്ണമായിട്ടേ തോന്നൂ. അധികം വിശദീകരിക്കാൻ ഞാനില്ല. അങ്ങനെയാണ് ഇപ്പൊ കുട്ടികളുടെ അവസ്ഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കുട്ടികളെ ഒറ്റപ്പെടുത്താതിരിക്കുക. ദയവ് ചെയ്തിട്ട് ഈ മാതാക്കളൊക്കെയും കുട്ടികളെ കൂടെ ഇരുത്തുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരിക്കലും നിങ്ങളുടെ തീൻമേശയിൽ നിങ്ങൾ ഒന്നിക്കാതിരിക്കരുത്. ഉച്ചക്ക് ചോറ് വിളമ്പുമ്പോൾ നിങ്ങളൊന്ന് കുളിക്കാൻ പോവുക, കുട്ടികളിരുന്ന് ഭക്ഷണം കഴിക്കുക. ഈ പരിപാടി നിർത്തിവെക്കണം. ഉമ്മയില്ലാതെ ഭക്ഷണം കഴിക്കരുത് മക്കള്. ഉമ്മയും ഉപ്പുണ്ടെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ ഒന്നിച്ചിരുന്നെന്ന് ഭക്ഷണം കഴിക്കണം. എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും ഉമ്മയും മക്കളും ആ സമയത്ത് ഈ പഠിച്ചോ, അത് അസൈൻമെന്റ് ചെയ്തോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തിയേക്കരുത്. ഭക്ഷണം കഴിച്ചിട്ടുള്ള അസൈൻമെന്റും പഠിക്കലൊക്കെ മതി. ഒന്നിച്ചെല്ലാരും കൂടി കൊണ്ടുവരണം. പറ്റുമെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താലൊക്കെ പറ്റും. ഇതൊക്കെ നടക്കണ ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇടയ്ക്കൊക്കെ ഭക്ഷണത്തിന്റെ അംശങ്ങളൊക്കെ ഉമ്മന്റെ വായിൽ വെച്ചു കൊടുക്കുക, ഉമ്മ ഇങ്ങോട്ട് മക്കൾക്കും വെച്ചു കൊടുക്കുക. കുട്ടി വലുതായിലെ വാരിക്കോരി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് തോന്നണ്ട. അതൊന്നും തോന്നേണ്ട കാര്യമില്ല. പിന്നെ ഉമ്മയാണ് ഏറ്റവും വലുത് എന്ന് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഉമ്മയാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഈ നാട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബഷീർക്കയെ പോലുള്ള ആളുകളൊക്കെ ആലോചിച്ച് പോവാണ്. ടിറ്റയും ബഷീർക്ക നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. അദ്ദേഹം ഒരിക്കൽ എന്നോട് ഉമ്മയെ ചൂണ്ടിട്ട് ഖത്തർ എന്ന് പറഞ്ഞു. ഖത്തറുകാർക്ക് എന്തായാലും അറിയാമല്ലോ, എൻ്റെ ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യൽ എൻ്റെ ഉമ്മയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഉമ്മനെ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു. അതെന്ത് രസം. വലത്തും ഇടത്തുമൊക്കെ അറബിയോട് വിലക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ പോയിട്ട് 75 വയസ്സായ ഉമ്മ പോയിട്ട് കത്രിക ചലിപ്പിക്കുമ്പോൾ അതിലൊരു ബർക്കത്തുണ്ടാവും. നമ്മുടെ ഉദ്ഘാടനമൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഉമ്മയാണ്, അല്ലെങ്കിൽ ഉപ്പയാണ്. നമ്മുടെ വീടിൻ്റെ ഉദ്ഘാടനം ഉണ്ടോ, നിങ്ങൾ തങ്ങന്മാരെ വിളിച്ചോ, ഉസ്താദുമാരെ വിളിച്ചോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയാണ്, രാവിലെ നിങ്ങൾ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വരെയൊക്കെ വിളിച്ചോളിൻ. പക്ഷെ രാവിലെ സുബഹിക്ക് നിങ്ങൾ ഉദ്ഘാടനം നടത്തുമ്പോൾ നിങ്ങൾ സ്വന്തം ഉമ്മ വന്നിട്ട് കത്രിക കൊണ്ട് അല്ലെങ്കിൽ ആ ഡോർ ഇങ്ങനെ തുറക്കണം. ആ സമയത്ത് കണ്ണൊന്ന് നിറയാനുണ്ട്, മനസ്സൊന്ന് പിടക്കാനുണ്ട്. അത് അന്നത്തെ ദിവസത്തിൻ്റെ പിടക്കലല്ല. നിങ്ങൾ വളരാൻ, ഇങ്ങനൊരു വീട് വെക്കാൻ, ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ഒരുപാട് പ്രാർത്ഥിച്ച സ്ത്രീയാണിത്. ആ കർമ്മ നടക്കുന്നത്, ആ രംഗൊക്കെപ്പാടെ മനസ്സിലൂടെ കടന്നു പോകും. നിസ്കാരപ്പായകൾ മനസ്സിലൂടെ കടന്നു പോകും. കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിച്ചത് കടന്നു പോകും. തസ്ബീഹ് മാലകൾ മറിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ എൻ്റെ മകനെ നല്ല അവസ്ഥയിൽ എത്തിക്കണേ എന്ന പ്രാർത്ഥനകൾ ആ ഉമ്മക്ക് ഓർമ്മ വരും. ആ ഉമ്മയെ കൊണ്ടാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യിക്കണം. നിങ്ങളെന്ന് യുവതികളായ ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ സ്വന്തം അമ്മായിമ്മയെ, സ്വന്തം ഉമ്മയെ ഉമ്മയായി കാണാതിരിക്കല്ലേ എന്നാണ്. കാരണം വയസ്സായ ആളുകളെ സൈഡിലേക്ക് മാറ്റല്ലേ. ഇവിടെ 82 വയസ്സായിട്ട് പ്രിയപ്പെട്ട മമ്മുസാറ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. വേണമെങ്കിൽ 82 വയസ്സിൽ വീട്ടിലിരിക്കാം. പക്ഷെ നിങ്ങൾ ആദരിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ ഇതൊരു സിംബോളിസമാണ്. ഇതേപോലെ നമ്മുടെ ഉമ്മയെ, നമ്മുടെ ഉമ്മാമയെ, എൻ്റെ വിദ്യാർത്ഥി കൂട്ടത്തോട്, നിങ്ങളുടെ ഈ കൂട്ടത്തിൽ പാവ ഉമ്മാമ്മമാരുണ്ടാവും. ആ ഉമ്മാമ്മമാരെ വിളിച്ചാൽ നിങ്ങൾ ഓടി ചെല്ലണം. അവിടെ ഉമ്മാമ്മമാരെ ഒരിക്കലും നിങ്ങൾ അകറ്റി നിർത്തരുത്. കാരണം ഈ ഉമ്മാമ്മ ആരാന്നറിയോ? നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്ന ദിവസം, നിങ്ങളുടെ ബർത്ത്ഡേയുടെ അന്ന്, അത് ചിലപ്പോൾ 86-ലാകാം, ചിലപ്പോൾ 96-ലാകാം, ചിലപ്പോൾ 2000-ലാകാം. ആ സമയത്ത് നിങ്ങൾ ജനിച്ചു വീഴാൻ സമയത്ത് ഉമ്മ ലേബർ റൂമിൽ കിടന്നിട്ട് ആഹ് എന്ന് കരയുമ്പോൾ പാവം ഒരു തള്ള ഈ കാണുന്ന ലേബർ റൂമിന്റെ പുറത്ത് നിന്നിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളെന്ന കുഞ്ഞ് നല്ല രീതിയിൽ ഈ തിരുമുറ്റത്തേക്ക് വരാൻ, ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ ആ പാവം സ്ത്രീയാണ്. നിങ്ങൾക്ക് 20 വയസ്സാകുമ്പോൾ മോളെ ഒന്ന് വരുമോ, എന്നെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് നീ പറയുന്നത്, അതുപോലും മറന്നുകൊണ്ടാണ്, ഈ ഉമ്മാമ്മമാരെ ഇകഴ്ത്തിക്കൊണ്ടാണ് നിങ്ങൾ പഠിച്ചു വളരുന്നതെങ്കിൽ പിന്നെ എന്തൊരു കാര്യമാണ്.